നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കാം. പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ സ്കിറ്റ് എന്ന് മാത്രം ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. ഹലോ ജോൺ, എന്തുണ്ട് വിശേഷം? സുഖമാണോ? ഹലോ ജേക്കബ്, സുഖമായിരിക്കുന്നു. ഇന്ന് മഴയായതുകൊണ്ട് ഓഫീസിൽ പോയില്ല. വർക്ക് ഫ്രം ഹോം ആണ്. അവിടെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഓ, ഇങ്ങനൊരു മഴയും വെള്ളപ്പൊക്കവും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ബിസിനസ് ഒക്കെ നന്നായി പോകുന്നു. അതിന്റെ ഇടയിലാണെങ്കിൽ ഓരോരോ തടസ്സങ്ങൾ. നമ്മുടെ സ്റ്റാഫാണ് മഴ പെയ്യാൻ നോക്കിയിരിക്കുക ലീവ് എടുക്കാൻ. എന്നിട്ട് ബോസ് മീ നോ കമ്മിങ് ടു ഓഫീസ് ടുഡേ, ഹിയർ ഫുൾ വാട്ടർ എന്നൊരു മെസ്സേജ്. അതെ, ഇപ്പോൾ നാട്ടിൽ ചൂടും ഇവിടെ മഴയുള്ള അവസ്ഥയിലേക്ക് മാറി എന്ന് തോന്നുന്നു. പിന്നെ നിങ്ങളുടെ മകൻ എവിൻ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എടുത്ത അതേ കോളേജ് തന്നെയാണ് എന്റെ മകൻ ജോബിയും അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ഓ യെസ്, അബിൻ പറഞ്ഞിരുന്നു. അവർ സ്കൂൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് നാട്ടിൽ ചെന്നാലും ഒരുമിച്ച് താമസിക്കാമല്ലോ. ഞാൻ അവനൊരു സിംഗിൾ ബെഡ്റൂം വിത്ത് AC റൂം ആയിരുന്നു ബുക്ക് ചെയ്തത്. സാരമില്ല, ഇപ്പം അവർക്ക് രണ്ടുപേർക്കും ഒന്ന് നിൽക്കാൻ സൗകര്യമുള്ള മറ്റൊന്ന് ബുക്ക് ചെയ്യാം. അതെ, അങ്ങനെ ചെയ്യാം. അപ്പോൾ രണ്ടാളും ഒരുമിച്ച് നാട്ടിലേക്ക് പോകുന്ന ടിക്കറ്റ് എടുക്കാമല്ലേ? യെസ് യെസ്, അവനാണ് ചെറുപ്പം തൊട്ടേ എവറസ്റ്റ് ബിസിനസ് ക്ലാസ്സിലാണ് പോകാറുള്ളത്. നമ്മളിപ്പോഴും കുറച്ച് വൈകിയായിരുന്നു നാട്ടിൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവരുടെ ഹോസ്റ്റലിൽ വെച്ച് കാണാം. എനിക്ക് ഇന്നൊരു ബിസിനസ് ട്രിപ്പ് ഉണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ വാട്സപ്പ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്റെ കണക്കൂട്ടലൊന്നും തെറ്റിയില്ല. ഹോസ്റ്റലൊക്കെ നന്നായിട്ടുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എത്ര സൗകര്യം ഉണ്ടായാലും ഇവർക്ക് നന്നായി പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കട്ടെ. എബിനെ, അമ്മ വന്നില്ലേ? മോന്റെ കോളേജൊക്കെ ഒന്ന് കാണാൻ. ഇല്ല ആന്റി, അമ്മ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ലേ. ഇന്ന് വ്ലോഗ് ഷൂട്ടിംഗ് ഒക്കെ ഉണ്ട്. ഷീ ഡസന്റ് ഹാവ് ടൈം ഫോർ ഓൾ ദിസ്. ഷീ ഈസ് ടു ബിസി നൗഡേയ്സ്. മോനെ, ആഹാരമൊക്കെ കഴിക്കണം ഇടയ്ക്കിടയ്ക്ക്. ഹൈജീൻ അല്ലാത്ത ഫുഡൊന്നും കഴിക്കരുതെന്ന് മമ്മി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. Of course, Dad. I think this hostel food looks horrible. I have to find some other way. നിന്റെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, അത് ആവശ്യത്തിന് ഉപയോഗിച്ചോളൂ. Okay, Dad. By the way, new bike എപ്പോൾ ഡെലിവർ ചെയ്യും? നീ നാളെ കോളേജിൽ പോകുന്നത് ന്യൂ ബൈക്കിലായിരിക്കും. എന്താ പോരെ? Thank you, Dad. മോനെ, ഹോസ്റ്റൽ ഫുഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കണം കേട്ടോ. പിന്നെ ബാഗിൽ അച്ചാറും സാധനങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് കഴിക്കണേ. ശരിയമ്മ, എന്റെ ചെടിയൊക്കെ നന്നായി നോക്കണേ. പിന്നെ ഫിഷിന് ഫുഡ് കൊടുക്കാൻ മറക്കല്ലേ. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നന്നായി പഠിക്കണം മോനെ. നിനക്കറിയാമല്ലോ പപ്പയും മാമയും എത്ര കഷ്ടപ്പെട്ടാണ് നിന്നെ പഠിപ്പിക്കുന്നതൊക്കെ. ഞാൻ പഠിച്ചോളാം പപ്പ. പിന്നെ ഞാൻ പപ്പായും മമ്മയും കണ്ടല്ലേ വളർന്നത്. അതുകൊണ്ട് കഷ്ടപ്പാടൊക്കെ എനിക്കറിയാം. മോനെ, ഇതാ നിന്റെ ബൈബിൾ. എപ്പോഴും ഇത് വായിക്കാൻ സമയം കണ്ടെത്തണം. പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും പ്രാർത്ഥനയോടെ വേണം ചെയ്യാൻ. ഒരിക്കലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യരുത്. ഇതൊക്കെ നിനക്ക് അറിയാം, എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. ശരിയമ്മ, എന്റെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് പഠിപ്പിച്ചതും പിന്നെ ചെറുപ്പം തൊട്ട് ഞാൻ വീട്ടിൽ കണ്ടു വളർന്നതൊക്കെ എന്നും അങ്ങനെ തന്നെ ഞാൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ? അതെ, നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ.
എല്ലാവർക്കും കൂടി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാം. നിങ്ങൾ പതുക്കെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങിയാൽ മതി. ഞാൻ പോയി ആ ബൈക്കിന്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. യെസ്, ഫൈനലി ബ്രോ. ഈ നമ്മുടെ ടൈം മാക്സിമം എൻജോയ് ആക്കാം. എൻജോയ്മെന്റ് ഒക്കെ വേണം, പക്ഷെ 4 കൊല്ലം കൊണ്ട് തന്നെ സപ്ലൈ ഒന്നും ഇല്ലാതെ എഞ്ചിനീയറിംഗ് പാസ്സാകും. Come on, bro. 5-6 കൊല്ലം കൊണ്ട് പാസ്സായി എഞ്ചിനീയറിംഗ് എല്ലാവർക്കും തോന്നുന്നു. ഇപ്പൊ നമുക്ക് ചിന്തിക്കണം. Come let's have some fun, man. വെൽക്കം വെൽക്കം. മക്കള് നേരത്തെ വന്നു. ചേട്ടന്മാരൊക്കെ ക്ലാസ് കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തു. എന്താണ് നിന്റെ പേര്? ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. Hi, ചേട്ടാ. My name is Edin from Dubai. ചേട്ടനോ? ഓൾവേസ് സർ. ഓഹോ, നീ ദുബായ് പോകുകയാണോ? ഇവരും ദുബായിലാണ് സാറേ. നിനക്കെന്താ പേര് പറയാനല്ലോ ബുദ്ധിമുട്ട്? സാർ, എൻ്റെ പേര് ജൂബി എന്നാണ്. നിങ്ങളാണോ നന്നായിട്ട് പാട്ട് പാടുന്നത്? ജോബി നന്നായി പാടും സാറേ. ഇപ്പൊ പള്ളിയിലെ കൊയറൊക്കെ ഉണ്ട്. അവിടുത്തെ കൊയർ മാസ്റ്ററിന്റെ ട്രെയിനിങ് ഒക്കെ കിട്ടിയ പയ്യനാ. എന്നാ പിന്നെ കേൾക്കണമല്ലോ, വേഗം പാടിക്കോ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യതേജസ്സിൻ കരമോർത്തിടുമ്പോൾ തൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. മതി മതി, നിങ്ങൾ ധ്യാനത്തിന് വന്ന പോലെ ഉണ്ടല്ലോ. അവന് കഷ്ടങ്ങൾ. പിന്നെ മക്കൾ രണ്ടും ആ ചേർന്നോട്ട് നിൽക്കുന്നു. സാർ, ഇവിടെ ചെയറില്ല. അവിടെ ചേർന്നെന്ന് കരുതി അങ്ങ് ഇരുന്നോടാ. വേഗമാട്ടെ. ഇപ്പം പോയിട്ട് ഞങ്ങൾ നാളെ വരാം. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാറുണ്ട്. ഓ, രക്ഷപ്പെട്ടു. എന്തായാലും കൂടുതൽ സഹിക്കേണ്ടി വന്നു. വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. അടി പുറകെ വരുന്നുണ്ട്. എന്നാലും ഡാഡി ഇതൊക്കെ അറിഞ്ഞാലുണ്ടല്ലോ. പിന്നെ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് കിടന്നാലോ? നാളെ നമുക്ക് കോളേജിൽ പോകണ്ടല്ലോ. ഇപ്പൊ ഒരു സെറ്റ് പ്രാർത്ഥനയും പാട്ടും ഒക്കെ കഴിഞ്ഞതല്ലേ ഉള്ളൂ. No man, you carry on. എടാ മോനെ, നേരത്തെ ഉറങ്ങിയോ നീ? ഇല്ല സർ, ഞാനിങ്ങനെ ഫോണൊക്കെ നോക്കിയൊന്ന് ഇരിക്കുവായിരുന്നു. നിന്റെ കൂട്ടുകാരനോട് അവന്റെ ഉദ്ദേശ ടീമാണല്ലേ? അവൻ നേരത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ഉറങ്ങി സാറേ. ഞാൻ വിളിക്കും. ഓ വേണ്ട, നീ നമുക്ക് പറ്റിയ കിടന്നാ മതിയായിരുന്നു. നല്ലൊരു തുടക്കമാട്ടോ. സർ, ഇത് ഡ്രഗ്സ് അല്ലേ? ഞാനിതൊന്നും അങ്ങോട്ട് അതൊന്നുമില്ല. നാളെ പോലെ തീരുമാനം സാധനം എത്തിക്കാൻ. എന്നാ പിന്നെ ശരിയാക്കണ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇത് നീ എന്താ ഇപ്പൊ കോളേജിൽ വരാത്തത്? ഇങ്ങനെ പോയാൽ എക്സാം പാസ്സാവില്ലാണോ? അറ്റൻഡൻസ് വളരെ കുറവാണ്. സീനില്ല ബ്രോ. കുറച്ച് ക്യാഷ് ഇറക്കി അറ്റൻഡൻസ് ഒക്കെ താനും. പിന്നെ ഡെയിലി കോളേജിൽ പോകുന്നതൊക്കെ ഒരു ത്രില്ലില്ല. ഇതെന്താ നിന്റെ കയ്യിൽ? നത്തിങ് ബ്രോ, നത്തിങ്. എടാ, ഇത് ഡ്രഗല്ലേ? അങ്ങനെ പറയരുത്. ഇതൊന്ന് ട്രൈ ചെയ്ത് തന്നെ നോക്കണം. പിന്നെ നീ വേറൊരു ലോകത്താണ്. നിനക്കിത് എവിടെ നിന്ന് കിട്ടി? നമ്മുടെ സീനിയർ ചേട്ടന്മാർ തന്നതാ. ഇതൊന്നും ഉപയോഗിക്കരുത്. നമ്മൾ ദൈവമക്കളല്ലേ. ഇതൊക്കെ പാവമാണ്. മാത്രമല്ല ഇത് നമ്മുടെ ലൈഫ് തന്നെ സ്പോയിൽ ചെയ്യും. ബ്രോ ക്ലാസ്സിൽ പോകും, ഞാൻ എനിക്ക് കുറച്ച് വാക്കുണ്ട്. ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ടാണ് എനിക്കൊരു സാധനം എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ പോക്കോളാം. പക്ഷെ നീ ഇങ്ങനെ നിന്റെ ജീവിതം നശിപ്പിച്ചത്. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ഇപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്. വേണമെങ്കിൽ എനിക്ക് നിന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്താൽ ഞാൻ ഇതിനേക്കാൾ വലിയ പാവമായിരിക്കും ചെയ്യുന്നത്. ഞാൻ കോളേജിൽ പോകുന്നു, നീ തന്നെ ആലോചിച്ചു.
എല്ലാ സൗകര്യങ്ങളും നിനക്ക് തന്നില്ലേ എന്റെ ജോബി? അങ്കിൾ, നിങ്ങളുടെ എല്ലാ സൗഭാഗ്യങ്ങളും മകന് വന്നു. പക്ഷേ ഏറ്റവും വലിയ സൗഭാഗ്യമായ ദൈവവചനത്തെയും അത്യാവശ്യത്തിന് പോലും നിങ്ങൾ പോകുന്നില്ല. നിങ്ങളിവരെ ദൈവബദ്ധരായി വളർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനൊരു തെറ്റ് ചെയ്യുകയായിരുന്നു. ദൈവഭയം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ശരിയാണ് മോനെ, നീ പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ പേരിൽ മാത്രം ക്രിസ്ത്യാനിയായിട്ടാണ് ഇത്രയും നാൾ ജീവിച്ചത്. മാത്രമല്ല ഒരിക്കൽ പോലും ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്ന ഒരനുഭവം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുടുംബ പ്രാർത്ഥന പോലും സമയം ചെലവാക്കാറില്ല. എല്ലാം ഞങ്ങളുടെ തെറ്റാണ്. ഇവനെ ഞാൻ വിളിച്ചിട്ടാണ് നിന്റെ ഡാഡി വന്നത്. ഞാൻ അങ്ങനെ ചെയ്തത് നിന്റെ ഭാവി നശിച്ചു പോകാതിരിക്കുക. നിനക്ക് എന്നോട് ദേഷ്യമുണ്ടെങ്കിലും സാരമില്ല, ഇത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ജോബി, നിന്നെ പോലൊരു ഫ്രണ്ടിനെ എനിക്ക് ദൈവം തന്നാണ്. ഞാൻ ഇനി ഒരിക്കലും ദൈവത്തെ നമ്മൾ ചെയ്തിട്ടില്ല. ഡാഡി, എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യില്ല. ക്ഷമിക്കണം ഡാഡി. മോനെ, നിന്നെ പോലെ തന്നെ ഞാനും തെറ്റുകാരനാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പലതും ചെയ്യാവുന്നതാണ്. നിന്റെ ജീവിതത്തിൽ ഈ സാഹചര്യം ഉണ്ടായത്. നമുക്ക് ദൈവത്തോട് ക്ഷമ ചോദിക്കണം. എന്നിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തി മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ ജീവിക്കണം. മോനെ ജോബി, നിന്നെ പോലുള്ള ഫ്രണ്ട്സിലൂടെയാണ് ദൈവം ഇടപെടുന്നത്. അത് നിന്റെ ജീവിത വിശുദ്ധി കൊണ്ടാണ്. അനേകം രൂപാന്തരം ക്രിസ്തുവിനോട് അടുപ്പോയാൽ നിന്റെ ജീവിതം ഇടയാകട്ടെ.